പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2020 ഞങ്ങൾ UAE അലൈൻ എന്ന ദേശത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 25 തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം 10 വർഷം മുൻപ് ഞാൻ UAE നിന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ചേച്ചി 2024 മെയ് മാസത്തിൽ ഞങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടുകയും ഫോൺ നമ്പർ അന്നേരം ഞങ്ങൾ കൈമാറി. കാരണം 10 വർഷം മുമ്പുള്ള നമ്പർ അല്ലായിരുന്നു ആ ചേച്ചിയുടേത്. പെട്ടെന്ന് ഒരു ദിവസം ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് നോർമലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാൽ എന്നോട് പറയാണ്, ഡിനു ഇങ്ങനെ ഒരു കൃപാസനമുണ്ട്, നീ അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുമോ? അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം നടക്കുന്ന ഒരിടമാണെന്ന്. ഞാൻ 2023 മുതൽ ഈ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ട് പോലും എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. എല്ലായിടത്തും അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഒരു കൃപാസനം എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ വീട്ടിൽ സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കും. പക്ഷേ എനിക്കത്ര വിശ്വാസമോ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ചേച്ചിയുടെ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയുകയാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരിടമാണ് കൃപാസനം, നമുക്കൊന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്താലോ? ആ നിമിഷം തന്നെ ഹസ്ബൻഡ് സമ്മതിക്കുകയും ഞങ്ങൾ യൂട്യൂബ് വെച്ച് ഞങ്ങൾ കൃപാസനം സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കൃപാസനത്തിലെ ഉടമ്പടി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയും കണ്ട് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഞങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ ആദ്യം വെച്ചത്. ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുൻപ് പലയിടത്തും CV അയക്കും, പക്ഷേ എങ്ങൊന്നും ഒരു ഫോൺ കോളുകളോ ഒന്നും വരില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ബയോഡേറ്റ അയക്കുമ്പം അവിചാരിതമായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളുകൾ വന്നു തുടങ്ങി. ഹസ്ബൻഡ് പോകും, അറ്റൻഡ് ചെയ്യും, ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയും, പക്ഷേ റിസൾട്ട് ഒന്നും ഞങ്ങൾക്ക് വരില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോൾ ഞാൻ എന്നും ഈ ഉടമ്പടി സാക്ഷ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാൽ കേൾക്കണത്. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, എൻ്റെ വീട്ടിലൊരു കൃപാസനം പത്രം ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ അത് തുറന്നു നോക്കിയിട്ടില്ല. 2023 വെക്കേഷൻ വന്നപ്പം എനിക്കൊരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് കിട്ടിയ പത്രമാണ്. അപ്പോൾ ഞാനത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു, പക്ഷെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ പത്രം കയ്യിലിരിക്കട്ടെ, ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കയറിക്കോ, അമ്മ ഇതിൻ്റെ മേലെ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഞാൻ പത്രം കൊടുത്തു വിട്ടു. ആ ഇൻ്റർവ്യൂ അവർ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിനോട് ഒരു ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഹസ്ബൻഡിനെ വിട്ടു. അപ്പം ഒരു പോസിറ്റീവ് ഹസ്ബൻഡിന് അതിൽ നിന്ന് മനസ്സിലായി ഈ ജോലി കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, മെയിലൊന്നും വന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എന്താ മെയിൽ വരാത്തതെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, അങ്ങനെ ഇരിക്കും ഒരു റിസൾട്ടും വരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാൻ തുടങ്ങി, ഞാനൊന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോട്ടെ. ഞാൻ ആദ്യമൊക്കെ വിലക്കി, കാരണം നമുക്ക് ഒന്നിച്ച് പോകാമല്ലോ, അടുത്ത വർഷം വെക്കേഷൻ, ഇപ്പോൾ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് എന്നെ നിരന്തരം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, എനിക്കൊന്ന് പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ 2024 സെപ്റ്റംബർ 23 എൻ്റെ ഹസ്ബൻഡ് ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുത്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയും ഭൗതികമായിട്ടല്ല, ആത്മീകമായി ഞങ്ങളെ ഏറെ ഉയർത്തിയെന്ന്. പരിശുദ്ധ അമ്മയുടെ മകനോട് ചോദിച്ച് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അമ്മ വഴി ഞങ്ങൾക്ക് നേടിത്തരികയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ മുതൽ വീണ്ടും ഇൻ്റർവ്യൂ കോളുകൾ വരാൻ തുടങ്ങി. പക്ഷേ അന്നേരം ഞങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് ഹസ്ബൻഡിന് മെയിൽ വരികയും ഹസ്ബൻഡിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞവർ. അപ്പോൾ അന്ന് പറഞ്ഞ സാലറി അല്ല, അതിൽ കുറച്ച് സാലറി. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമായി, കാരണം ഒന്നിച്ച് നിൽക്കാമല്ലോ, നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം, ഉടമ്പടി കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ഒന്നിച്ചു പാലിക്കാമല്ലോ എന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡിന് ദുബായിൽ നിന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വരിക. അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹസ്ബൻഡ് അതും പോയി അറ്റൻഡ് ചെയ്തു. പോകുമ്പോഴെല്ലാം ഈ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അലയിൽ നിന്ന് ദുബായിക്ക് പോകണേ 2 മണിക്കൂർ. ഹസ്ബൻഡ് അത്രയും നേരം ജപമാല ചൊല്ലിയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. വീട്ടിലെത്തുന്നതിന് മുൻപേ ഹസ്ബൻഡിന് ഓഫർ ലെറ്ററാണ് വന്നത്. അലൈനിൽ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ ശമ്പളത്തോടുകൂടി. എൻ്റെ ഹസ്ബൻഡ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരവിടെ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ഹസ്ബൻഡിനെ ഞങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഞങ്ങളുടെ മേൽ ഇടപെടുകയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് ആ ജോലി ഓഫർ കിട്ടിയപ്പോൾ
എനിക്കപ്പോൾ വിഷമമായി. ദുബായിക്ക് പോകണോ? പോയാൽ ആഴ്ചയിലല്ലേ വരാൻ പറ്റുകയുള്ളൂ. അലയിലാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് നിന്നാൽ നമ്മുടെ എല്ലാ ആത്മീകപരമായി, ഭൗതികപരമായ കാര്യങ്ങളല്ല, ആത്മീകപരമായി ഈശോയോട് കൂടുതലെടുക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി നമുക്ക് അനേകം പേരെ നേടണമെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഫീൽഡുള്ള ജോലി എനിക്ക് കിട്ടിയില്ലേ, ഞാൻ പൊക്കോട്ടെ എന്ന്. അങ്ങനെ ദുബായിൽ പോയി ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പിറ്റേ ദിവസം ജോയിനിങ്ങാണ്. ഞാൻ വീട്ടിലുണ്ട്, എനിക്ക് ഓഫാണ്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു, ഹസ്ബൻഡിനെ വിടണ്ട, അവിടെ ജോയിൻ ചെയ്യണ്ട എന്ന്. ഞാൻ ഹസ്ബൻഡ് വീട്ടിലെത്തുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞു, നാളെ ജോയിൻ ചെയ്യാൻ പോകണ്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തു, നാളെ എനിക്ക് ജോയിനിങ് ആണല്ലോ എന്ന്. ഞാൻ സമ്മതിച്ചില്ല, ജോയിൻ ചെയ്യണ്ട, അമ്മ മാതാവ് നമ്മുടെ മേൽ ഇടപെടും, അലയിലെ ജോലിക്ക് തന്നെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അലയിലെ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ ആണ് ഹസ്ബൻഡ് അറിയുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഡിസൈൻ എഞ്ചിനീയറായിട്ടാണ് ഹസ്ബൻഡിനെ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് അതിൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഫസ്റ്റ് ഡേ തന്നെ അവർ കുറേ പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തു, പിറ്റേ ദിവസം സബ്മിറ്റ് ചെയ്യണമെന്ന്. വളരെ വിഷമത്തോടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ദുബായിക്ക് പോയാൽ മതിയായിരുന്നു, ഇത് ഇപ്പം വലിയ പ്രശ്നത്തിലായല്ലോ, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് ഇതിൻ്റെ മേൽ ഇടപെടും, അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തരട്ടെ, അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകണ്ട എന്ന്. അന്ന് ഹസ്ബൻഡ് അറിയാവുന്നവരെ എല്ലാം വിളിച്ച് ചോദിച്ചു, ഇതൊന്ന് പറഞ്ഞു തരുമോ, എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകാമല്ലോ എന്ന്. പക്ഷേ ആരും വന്ന് ഹസ്ബൻഡിനെ സഹായിച്ചില്ല. ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി, അമ്മ മാതാവ് ഞങ്ങളുടെ മേൽ ഇടപെട്ട. ഹസ്ബൻഡ് പിറ്റേ ദിവസം ആ ജോലിക്ക് പോയില്ല. വേണ്ട എന്ന് തന്നെ വിചാരിച്ചു, അമ്മയുടെ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ പിറകെ നടന്ന് ഹസ്ബൻഡ് പറയുക, നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കുമോ, ഉടമ്പടി എടുക്കും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ 5:30 എഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കും, പക്ഷേ പല ദിവസങ്ങളും എഴുന്നേക്കില്ല. ഹസ്ബൻഡ് പ്രാർത്ഥിച്ചോട്ടെ, അങ്ങനൊരു ചിന്തയാണ്. പക്ഷേ എന്നും ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ കേൾക്കുകയാണ്, ഭാര്യയുടെ ഉടമ്പടിയിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ ഒരു ഭർത്താവ് നിന്നപ്പോൾ അവിടെ മാതാവ് കൊടുത്തത് അങ്ങനെ ഭർത്താവ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡ് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്, നമുക്കിനി അടുത്ത വർഷം പോയത്, ഇപ്പോൾ പോയിട്ട് വന്നേ അല്ലല്ലോ, ഞാൻ അടുത്ത വർഷം ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ മുറ്റത്തേക്ക് തുണി വിരിക്കാൻ ഇറങ്ങിയതാ. ഒരിക്കലും അനുഭവിക്കാത്തൊരു സുഗന്ധാഭിഷേകം ഞാൻ അനുഭവിച്ചു അവിടെ. അപ്പോൾ ഹസ്ബൻഡും വീട്ടിലെ ചേച്ചിയുണ്ട്. ഞാൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വന്നേ, ഇത്രയും നാൾ നമുക്ക് അനുഭവിക്കാത്ത ഒരു സുഗന്ധം. പെട്ടെന്ന് എന്നോട് ആരോ പറയുക, നീ പോകണം, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, നീ തടസ്സമായി നിൽക്കരുത്, നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ തടസ്സമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു. നവംബർ മാസം 25-ാം തീയതി വേറെ 4 ദിവസത്തെ അവധിയെടുത്ത് ഞാനും കുഞ്ഞുമായിട്ട് നവംബർ 25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അബുദാബിയിൽ നിന്ന് വീണ്ടും ഒരു കോള് വരിക, ഒരു ഇൻ്റർവ്യൂ കോള്. ആ ദിവസം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം ഹസ്ബൻഡിന് ഒരു ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി, പരിശുദ്ധ അമ്മ മാതാവ് കൊടുത്തതാണ്. എന്നിട്ട് നവംബർ 26 വീണ്ടും അബുദാബിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ഫോൺ കോൾ കൂടെ, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നാളെ വന്ന് അറ്റൻഡ് ചെയ്യുമോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓർത്തു, എത്ര പ്രാവശ്യമായി ഇത് അറ്റൻഡ് ചെയ്തിട്ട് എവിടെയും ഒന്നും ഉറക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഹസ്ബൻഡിന് വന്നു. അങ്ങനെ നവംബർ 26-ാം തീയതി നവംബർ 27-ാം തീയതി ഇൻ്റർവ്യൂക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡ് ഒരുങ്ങി എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാം, അമ്മ മാതാവ് ഇടപെടും. പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയൊന്നും എഴുതിയില്ല. പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ, ഒരു വട്ടം നമ്മളൊരു കാര്യം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ നമ്മൾക്കത് ഉടമ്പടി നമ്മൾ വിശ്വസ്തരായിരുന്നാൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനും എൻ്റെ കുടുംബവും. നവംബർ 27-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനുമായി പോയി. ഉച്ച കഴിഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ചോദിച്ചു. 2 പേരായിരുന്നു ഇരുന്നത്. ചോദിച്ചിട്ട് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഹസ്ബൻഡിനോട് ചോദിക്കുന്നത്. എന്നിട്ട് അവരൊരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, എക്സ്പെക്റ്റഡ് സാലറി എഴുതാൻ. പരിശുദ്ധ ഹസ്ബൻഡ് എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ വൈഫിന് കിട്ടുന്ന അത്രേ സാലറി എനിക്ക് തരണമേന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എന്നെക്കാട്ടിൽ ഒരു തരം കൂടുതലെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് അമ്മ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമെന്ന്. ഓൺ ദ സ്പോട്ട് ഓഫർ ലെറ്റർ കയ്യിൽ കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ഒന്നും നോക്കിയില്ല. അതുമായിട്ട് ഓഫീസിൻ്റെ താഴെ വന്ന് തുറന്നു നോക്കുമ്പോൾ വെറും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലിരുന്ന എൻ്റെ ഹസ്ബൻഡിന്, കരിയർ ഗ്യാപ്പുള്ള എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റിൽ ഒരിക്കലും അർഹിക്കാത്ത ഒരു സാലറി കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഇവിടെ അമ്മ ഉയർത്തി നിർത്തി. അത് അമ്മ ജീവിതത്തിൽ, അച്ഛൻ പറയുന്ന പോലെ, ജീവിതത്തിൽ ഒരു ദുരന്തം പോകുന്നതിന് മുമ്പ് അമ്മ നമ്മളെ ഇവിടെ എത്തിക്കുമെന്ന്. അതൊരു 4 മാസം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പെട്ടെന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യും, എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മ എന്തിന് ഞങ്ങളെ ഇവിടെ 2 പേരെയും എത്തിച്ചെന്നും എന്നെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്തിനാണെന്നും എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.
രണ്ടാമതായി ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ 6ാമത്തെ നിയോഗമായിട്ടാണ് എൻ്റെ ഒരു ഭൗതിക കാര്യം ഞാൻ എഴുതിയത്. 5 നിയോഗങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി. ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി, അമ്മേ മാതാവേ, ഞാൻ ആത്മീകമായി ഒന്നും വളർന്നിട്ടില്ല, എനിക്ക് അമ്മയോടും ഈശോയോടും ചേർന്ന് അനേകം ആത്മാക്കളെ എനിക്ക് നേടണം, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്നൊരു നിയോഗം എഴുതി ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ 6ാമത്തെ നിയോഗത്തിൽ എഴുതി, എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണം. കാരണം ഹസ്ബൻഡ് എപ്പോഴും എന്നെ നിർബന്ധിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് പേടിയാണ്. ഒരു സൈക്കിൾ പോലും ചവിട്ടാത്ത ഒരു വ്യക്തി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എനിക്കറിയാം എന്നാൽ അത് സാധ്യമല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അങ്ങനെ ഞാൻ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എഴുതി. ഡിസംബർ മാസത്തിൽ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോടും ഈശോയോടും ഒറ്റ കാര്യം പറഞ്ഞു. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ്, അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് തന്നാൽ ജീവിതത്തിലെ ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയില്ല, വിശുദ്ധ ബലി മുടങ്ങാതെ എനിക്ക് പങ്കെടുക്കണം ആ ദേശത്ത്. പിന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി എന്നാലാവുന്നത് എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം അമ്മ എന്നൊരു വാക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോയത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ എന്നെ അവിടെയും അറിയിച്ചു. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് സൺഡേ എനിക്ക് എക്സാമാണ്, ലേണേഴ്സ് ടെസ്റ്റ്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല. പക്ഷേ ഞാൻ ആ ഹോൾ ടിക്കറ്റ് കിട്ടിയ ദിവസം മുതൽ, അപ്പോൾ അന്നേരം ഇവിടെ 5:30 ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഞാൻ എന്നും ഈ ഹോൾ ടിക്കറ്റ് വെച്ച് 5:30 പ്രാർത്ഥനയ്ക്ക് അവിടെ 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. ഞാൻ എന്നിട്ടൊരു ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ ഇട്ടു, പരിശുദ്ധ അമ്മേ ഇന്ന ദിവസം, അപ്പോൾ എൻ്റെ എക്സാം 2:45. ഞാൻ അങ്ങനെ ടൈം എഴുതിയിട്ട് പറഞ്ഞു, അമ്മേ 40 മാർക്ക് വേണമല്ലോ പാസ്സാവാൻ, എനിക്കിതിനകത്ത് ജയിക്കാൻ കഴിയില്ല അമ്മ, എനിക്കൊരു 37 മാർക്ക് മതി ജയിക്കാൻ. 40 മാർക്ക് തന്ന അമ്മ എന്നെ ജയിപ്പിക്കണമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. അപ്പോൾ ഒരാഴ്ച ഞാൻ ഈ പേപ്പർ കൈ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ആ സൺഡേ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ ഇത്തിരി ലേറ്റായി എങ്കിലും ഞങ്ങൾ കറക്റ്റ് 2:35 ആയപ്പം ഞാൻ എക്സാം ഹോളിലെത്തി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ചോദിച്ചു എന്നോട് എന്തിനാണ് വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ എക്സാമാണ്. എൻ്റെ ഹോൾ ടിക്കറ്റ് മേടിച്ച് നോക്കിയിട്ട് പറയാം, മാഡം നിങ്ങളുടെ ടൈം കഴിഞ്ഞു പോയല്ലോ, 2:20 നിങ്ങളുടെ എക്സാം, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന്. ഞാൻ പറഞ്ഞു 2:20. പെട്ടെന്ന് ഞാൻ പേപ്പർ നോക്കിയപ്പം അന്നേരമാണ് എൻ്റെ കണ്ണിൽ ആ സമയം കാണിക്കുന്നത്. അതുവരെ ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ച സമയം 2:45. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഇത്രയും ദിവസം ഇത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? താഴെ പോയി വീണ്ടും പേയ്മെൻറ്റ് ചെയ്യണം, ഡേറ്റ് നെക്സ്റ്റ് എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ജപമാലയിൽ കോർത്ത ഈ കാശുരൂപവും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും ഇരിപ്പുണ്ട്. ഞാൻ ഒറ്റ സെക്കൻഡ് ഒരു ഫീമെയിൽ സെക്യൂരിറ്റി ഒരു റൂമിൽ നിന്ന് ഓടി വരികയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞു. ഇവരെൻ്റെ കയ്യിൽ നിന്ന് ഈ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് എക്സാം ഹോളിലേക്ക് ഓടുകയാണ്. അവരങ്ങോട്ട് കയറുന്നു മാത്രമേ ഞാൻ കണ്ടുള്ളൂ. തിരിച്ചെന്നെ വിളിക്കുക, നീ വാ എക്സാം എഴുതാനെന്ന്. ഞാൻ പോയി ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്തു. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. കൂടെ ഉള്ളവരെല്ലാം എക്സാം എഴുതിപ്പോയി. ഒരു അറബിക് ലേഡി ആയിരുന്നു ഇൻസ്ട്രക്ടർ. 3-4 വട്ടം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഇവരെന്നെ ചുറ്റിപ്പറ്റി 3-4 വട്ടം എൻ്റെ സിസ്റ്റത്തിൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് പിന്നെയും ഇവർ വന്നൊരു 4-ാമത്തെ പ്രാവശ്യം ഇവർ വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യനെ നോക്കിന്നിട്ട് എനിക്കൊരു ക്ലൂ പോലെ പറഞ്ഞു തരുവാ, നീ ചെയ്തത് തെറ്റാണെന്നുള്ള രീതി എനിക്ക് പറഞ്ഞു തരുക. പക്ഷേ എനിക്ക് ആദ്യം മനസ്സിലായില്ല, കാരണം ഞാനത് ഓൾറെഡി തിരുത്തിയിട്ടിരിക്കുന്നൊരു വ്യക്തി വീണ്ടും അത് തെറ്റാന്ന് പറയുമ്പോൾ എനിക്കത് വായിച്ചിട്ടും മനസ്സിലാവും. അപ്പോൾ അവർ അറബി ഇതിൽ എനിക്കത് തെറ്റാണെന്ന് വീണ്ടും എന്നോട് പറയുക. അപ്പോൾ ഞാൻ മനസ്സിലായി ഇത് അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ ഉത്തരം തിരുത്തി ഞാനത് കംപ്ലീറ്റ് ചെയ്തു. വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. സിസ്റ്റം തന്നെ ഷട്ട് ഡൗൺ ആയി. നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാം. പരിശുദ്ധ അമ്മ എന്നെ അവിടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. എൻ്റെ സിസ്റ്റം ഓപ്പണായി വന്നപ്പോൾ ഞാൻ 40 മാർക്ക് അമ്മയോട് ചോദിച്ചത് 41 മാർക്ക് തന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. ആ 1 മാർക്കും അമ്മയായിട്ട് അവിടെ വന്ന് അത് തിരുത്തിയതെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സാക്ഷി ആവത്തില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാക്കി. പിന്നെയുള്ള കടമ്പ റോഡ് ടെസ്റ്റാണ്. ഞാൻ അപ്പോഴത്തെ എൻ്റെ ഉടമ്പടിയൊക്കെയും കഴിഞ്ഞു. ഉടമ്പടി 3 മാസത്തെ. പക്ഷേ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു. ഞാൻ 3 വട്ടം UAE ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഫെയിലായി. റോഡ് ടെസ്റ്റ് പലവട്ടം നിരാശകൾ വന്നു. എങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ചോദിച്ചിട്ടല്ലേ ഞാനിത് തുടങ്ങിയത്, അമ്മയുടെ മകനോടും ചോദിച്ചിട്ടല്ലേ ഞാൻ പോയത്, എൻ്റെ കഴിവിൽ ഇതെനിക്ക് കിട്ടത്തില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 12-ാം തീയതി ഞാൻ ഒറ്റ ഉടമ്പടി ധ്യാനം മുടക്കത്തില്ല, ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കേൾക്കുമായിരുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി ആരാധനയുടെ മധ്യത്തിൽ ജോസഫ് അച്ഛൻ പറയുക, ഇന്ന് മുതൽ 44 ദിവസത്തേക്ക് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു തരുമെന്ന്. അത് എനിക്കറിയില്ല, എന്നെ കോരിത്തെറിപ്പിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ എൻ്റെ TV സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നോട്ട് പാഡിലെടുത്ത് ഇങ്ങനെ എഴുതി. ഞാൻ ഡേറ്റ് നോക്കി, ഓഗസ്റ്റ് 12 തൊട്ട് എന്നാണ് 44, സെപ്റ്റംബർ 25. ഞാൻ എഴുതി സെപ്റ്റംബർ 25. നോട്ട് പാഡിൽ ഞാൻ ടൈപ്പ് ചെയ്തു, അമ്മേ മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നാണ് ഞാൻ എഴുതിയത്.
ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കണേ അങ്ങനെയൊന്നും ഞാൻ എഴുതിയില്ല. അങ്ങനെ ഞാൻ എഴുതി. ഈ 3 മാസക്കാലം ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വചനം പഠിക്കാൻ അത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസക്കാലം അമ്മ അതിനെ എന്നെ ഒരുക്കി. ഞാൻ ഒരു ദിവസം 3 ബൈബിൾ വാക്യം വെച്ച് ഒരു 80ഓളം വചനങ്ങൾ ഞാൻ ഈ 3 മാസക്കാലയളവിൽ ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 19 എനിക്കൊരു ഡേറ്റ് കിട്ടുക. അപ്പം ഞാൻ നോക്കിയപ്പം സെപ്റ്റംബർ 25, 44 ദിവസം ആകാൻ പോകുന്നുള്ളൂ. അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ സെപ്റ്റംബർ 19 രാവിലത്തെ നമ്മുടെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത് ഇതാണ്: നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന, ഇന്ന് യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനമുണ്ടാകട്ടെ എന്ന് ഞാനത് പൂർണ്ണമായും ഏറ്റെടുത്ത് വിശ്വസിച്ചു. അമ്മയും ഈശോയും എനിക്കിത് തന്ന് അനുഗ്രഹിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു വചനം തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഈശോ എനിക്കൊരു വചനം തന്നു. സങ്കീർത്തനം 149:4-5. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു, എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകൾ ആനന്ദം കൊണ്ട് പാടട്ടെ എന്ന്. സെപ്റ്റംബർ 19 പരിശുദ്ധ അമ്മ വീണ്ടും അമ്മയുടെ മരിയൻ സാന്നിധ്യം അച്ഛൻ്റെ ഉടമ്പടി ബ്രെഡിലൂടെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ടെസ്റ്റിനായി പോയി. തലേ ദിവസം നമുക്കവിടെ സാധാരണ മെസ്സേജ് വരും, നിങ്ങളുടെ ടെസ്റ്റ് ഇന്ന സമയമാണ്. എൻ്റെ ടെസ്റ്റ് 19 7:45 AM എനിക്ക് തലേ ദിവസം മെസ്സേജ് വന്നു. ഞാൻ അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ബസ്സിൽ ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിനകത്ത് കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയും ഇതിൻ്റെ മുറ്റത്ത് കാലുകുത്തുവാൻ അമ്മ എന്നെ അനുവദിക്കരുതേ അമ്മേ. അമ്മയ്ക്ക് ഈശോ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ബസ്സിൽ കയറി. ഞാനാണ് ആദ്യത്തെ വ്യക്തി. സാധാരണയായിട്ട് ആദ്യത്തെ നമ്പർ കിട്ടുന്നവർക്ക് ഇച്ചിരി പാടാണ്. ഡ്രൈവിംഗ് സ്കൂളിനകത്തുനിന്ന് ബസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കാട്ടി മുമ്പ് രജിസ്റ്റർ ചെയ്തവർ കാണും, അവർ പിറകെ വരുമെന്ന്. 7:40 കയറി ഞാൻ 8:30 ഒരു വ്യക്തികൾ പോലും ആ ബസ്സിനകത്ത് വന്നില്ല. ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പരും. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതെന്താണ് ഇന്നെങ്ങനെ സംഭവിച്ചത്? 3 വട്ടം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ബസ് നിറയുന്നതാണ്. ഇന്നെന്താ ആരും ഇല്ലാത്ത? ഡ്രൈവർക്കും അറിയത്തില്ല എന്താ കാരണമെന്ന്. അങ്ങനെ 8:30 ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് എന്നോട് പറയാണ്, മാഡം നിങ്ങൾ പോയി റെസ്റ്റ് റൂമിൽ ഇരുന്നോ, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അപ്പം ഞാൻ പറഞ്ഞു, അല്ലല്ലോ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് 7:40 എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അമ്മ അവിടെയും എന്നെ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചതാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കാർ ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങാൻ അറിയത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, എന്നെ അവിടെ 1ാമത്തെ നമ്പറാക്കി. എനിക്ക് മാത്രമേ ആ മെസ്സേജ് വന്നിട്ടുള്ളൂ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് വേറെ ബസ്സുകൾ ലോക്കൽസിനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓടുന്ന ബസ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ 9:30 ഞാൻ തിരിച്ചു വന്ന് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ വചനം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. മനുഷ്യർക്ക് ഇത് അസാധ്യം, എൻ്റെ ദൈവത്തിന് സാധ്യം. ഞാൻ മനുഷ്യരെ അങ്ങ് മാറ്റി അവിടുന്ന്. ഡിനോവിന് ഇത് അസാധ്യമാണ്, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്നുള്ള വചനം ഞാൻ ഉരുവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ അവിടുത്തെ നമ്മുടെ ആധാർ കാർഡ് പോലെ അവിടുത്തെ റൈറ്റ് സൈഡിൽ ഈ വിശുദ്ധ തൈലം കുരിശ് വരച്ചിട്ട് ഞാൻ അതിന്മേൽ ഉപ്പിട്ടിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ എല്ലാ പ്രാവശ്യവും ഡ്രൈവ് ചെയ്യുമ്പോൾ ആ പോലീസ് ഓഫീസർ എൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിക്കും, ഞാൻ ഫെയിലാകും. ഇത് ലാസ്റ്റാണ് അമ്മേ. ഇനി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റിയറിങ്ങിൽ ഇവർ പിടിക്കാൻ അമ്മയെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞാൻ അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പരിശുദ്ധ അമ്മ പോലീസ് ഓഫീസറിൻ്റെ രൂപത്തിൽ അവിടെ വരികയും ഞാൻ പറയും, ഞാനല്ല വണ്ടി ഓടിച്ചത്, ആ വ്യക്തി, ആ പോലീസ് ഓഫീസർ, ഒരു അറബിക് ലേഡി, അവരെന്നെ ഇങ്ങോട്ട് സഹായിക്കുകയാണ് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന്. അവരെന്നെ ഒരുപാട് സഹായിച്ച് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ എന്നെ അവിടെയും ഉയർത്തി എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് തന്ന് കഴിഞ്ഞ മാസം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ 2 രോഗസൗഖ്യങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു. എമർജൻസി സർജറി പറഞ്ഞ ഗോൾ ബ്ലാഡർ സ്റ്റോണ് 1.5 വർഷമായി ഇതുവരെയും ഒരു വേദനയും വരാതെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ സംരക്ഷിച്ചു. അതുപോലെ എൻ്റെ ശരീരത്തിൽ അലർജി രോഗം വർഷങ്ങളോളം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ എല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വെള്ളത്തിലിട്ട് എന്നും ഞാൻ കുളിക്കുമായിരുന്നു. മരുന്ന് കൊണ്ടല്ല, എൻ്റെ മരുന്ന് നിർത്തുമ്പോൾ എൻ്റെ ഈ രോഗം വീണ്ടും വരുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു, നാളെ മുതൽ അമ്മ മാതാവ് എനിക്ക് ഈ രോഗം വരുത്തരുത്, ഞാൻ മടുത്തു മരുന്ന് കഴിച്ചെന്ന്. അമ്മ അവിടെയും എന്നെ സഹായിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിക്കൊണ്ട് ആ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പരിശുദ്ധ അമ്മ തുടച്ചു മാറ്റി. ഇന്നുവരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടുപോയ പത്രം ഞാൻ ഈ ലൈസൻസ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകും. ബസ്സിൽ അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, അമ്മ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ എന്നെ സഹായിക്കണമെന്ന്. അർഹതയുള്ള മക്കൾക്ക് കൊടുക്കും. അവരുടെ ഫോൺ നമ്പർ മേടിക്കും. ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാം
എല്ലാം ഡെയിലി ബ്രെഡ് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ആക്കിയിടും. എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും ഞങ്ങൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ഭക്ഷണവുമായിട്ട് ഞങ്ങൾ പോകും. അമ്മയെ ആഗ്രഹിക്കുന്നവർക്ക് അത് എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല, അമ്മ ആഗ്രഹിക്കുന്ന മക്കൾക്ക് കൊടുക്കുവാൻ ഞങ്ങൾ അലയിലെ റോഡിലിറങ്ങി എവിടെയൊക്കെ പോകാമോ അവിടെയെല്ലാം കൊണ്ടുപോയി വിശന്നിരിക്കുന്നവർക്ക്, റോഡിൽ പണിയുന്ന പാവങ്ങൾക്ക് ഞങ്ങൾ ആ ഭക്ഷണം കൊടുക്കുവാനും പരിശുദ്ധ അമ്മ സഹായിച്ചു. കൂടാതെ ജോലിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വരുമാനം ആദ്യം അത് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടേ ഞങ്ങൾ എന്ത് കാര്യത്തിനും എടുക്കത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധ അമ്മ ഇന്നു വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇന്ന് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, മരണം വരെ വിശ്വസ്തനായിരുന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞ വാക്കുകൾ പാലിച്ച് നിത്യതയിലേക്ക് എത്തണം. ഞങ്ങളിലൂടെ കണ്ട ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം. അതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി.